കുറവ് ഭയങ്കര തന്നെയായിരുന്നു. എന്നുവെച്ചാൽ നമ്മള് ഹാപ്പി അടിപൊളി സൂപ്പർ ചിന്തിക്കാൻ പറ്റില്ല. ബ്ലാക്ക് ബെൽറ്റാ നേരത്തെ എന്റെ ചിക്കൻ കറി അടിപൊളിയായിരുന്നു പറഞ്ഞുട്ടാ. എന്തടാ നിനക്ക് ടൂർ പോണായിരുന്നോ? പോണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഇന്നലെ വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതായത് നമ്മുടെ അവിടുത്തെ കുട്ടികളേക്കും കൊണ്ട് നെല്ലിയാമ്പതിക്ക് ടൂർ പോയിട്ടുള്ളത്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ അവരവിടെ ചെന്നിട്ട് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വരാം കേട്ടോ. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേളിക്കുട്ടി അവിടെ സുഖമായി നല്ല ഉഷാറൊക്കെ ആയിട്ടുണ്ട്, ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ കുട്ടികളുടെ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇനി നമ്മൾ പോണത് അപ്പുറത്തേക്കാ. ഇപ്പോഴും സംശയങ്ങൾ തീർന്നിട്ടില്ല. എനിക്ക് കണ്ടുപറ്റിയ സ്ഥലം. ഞാൻ സിനിമയുടെ പല ഷൂട്ടുകൾക്കും ഞാൻ ഇവിടെ വന്നിട്ടുള്ളതാ. പിന്നെ ഞാൻ വിജയ് വിളിച്ചിട്ടില്ല അതിനൊന്നും. മെയ്സാണ് അത്. ഇനി വിളിക്കും. വിജയ് ഷേട്ട അടുത്തല്ലേ നമ്മുടെ കൂടെ കൂടിയിട്ടുള്ള. ഞാൻ 19 അവരിതാ വീണ്ടും യാത്ര തുടങ്ങിയിട്ടാ. അപ്പൊ നമ്മള് മുന്നേ പറഞ്ഞല്ലോ മാട്ടുമലയിലേക്കാണ് അവർ പോണേന്നുള്ളത്. അപ്പൊ അത് എത്രയേക്കാളും മുന്നിലൊരു വ്യൂ പോയിന്റിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇതിന് മുന്നേ കണ്ടത് കേട്ടാ. മാട്ടുമലയിലെത്തി. ഓറഞ്ച് ഫാമിന്റെ അവിടെ കയറി വന്ന് നമ്മള് ഫസ്റ്റ് വേറെ സ്പോട്ടിൽ പോയിണ്ടായിരുന്നു. ഇതേപോലെ തന്നെ വൈബാണ്. അപ്പൊ അവിടുത്തെ സ്ഥലത്തിന്റെ പേരും അത് എത്ര കിലോമീറ്റർ നമുക്ക് ഫസ്റ്റ് നമ്മൾ കയറി വന്നത് ഫസ്റ്റ് പോയിന്റിന്റെ പേരാണ് മിന്നാമ്പാറ വന്ന ഫസ്റ്റ് വ്യൂ പോയിന്റിന്റെ പേര്. നമ്മൾ അവിടെ ബേസ് ചെയ്യുന്ന പറഞ്ഞാൽ പാലക്കാട് ജില്ലേന്റെ എല്ലാ ഏറ്റവും ടോപ്പ് സ്ഥലങ്ങൾ കാണാൻ പറ്റും. കൊല്ലംകോട്, പിന്നെ ഗോവിന്ദാപുരം, പൊള്ളാച്ചി ഭാഗങ്ങളൊക്കെ കാണാൻ ആ ഏരിയയിൽ കാണാം. അതായത് നമ്മൾ നോർമലി സീതാർകുണ്ട് വ്യൂ പോയിന്റിനും കാട്ടി ഒരു 2500 അടി ഹൈറ്റിലാണ് ഇത് കാണുന്നത്. അപ്പോൾ ടോപ്പ് നമ്മൾ ഈ ഫസ്റ്റ് വ്യൂ പോയിന്റ് സ്ഥലം അവിടെയാണ് ശരിക്കും ബ്രഹ്മരം സിനിമയിൽ മോഹൻലാൽ ജീപ്പ് എടുക്കുന്ന സീൻ അവിടെ നിന്നാണ്. ആദ്യമായിട്ട് ജീപ്പ് എടുക്കുന്ന സീൻ ഫസ്റ്റ് വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. പക്ഷേ മെയിൻ ഷൂട്ടിംഗ് ഒക്കെ മറ്റേ പിന്നെ ഓവർടേക്ക് കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലമാണ് ഇത്. ഇതിന്റെ പേര് വന്നിട്ട് മാട്ടുമല എന്നാണ് ഇതിന്റെ പേര്. മാട്ടുമല ഇവിടെയാണ് ചേസിംഗ്. അതായത് കൊക്കയിൽ നിർത്തുന്നത് ജീപ്പ് കൊണ്ടുള്ള അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് ഈ പോയിന്റിലാണ്. ഇവിടെയാണ്. അപ്പൊ ഇത് ഫസ്റ്റ് വ്യൂ പോയിന്റിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വ്യൂ പോയിന്റ്. അപ്പൊ 2 വ്യൂ പോയിന്റ് കൂടി ഡിസ്റ്റൻസ് നമുക്ക് 7 കിലോമീറ്റർ ആണ് വൺ സൈഡ് വ്യൂ പോയിന്റ് വരുന്നത്. 2 വ്യൂ പോയിന്റ് കൂടി കവർ ചെയ്യാൻ 7 കിലോമീറ്ററും നമുക്ക് പോയി വരാൻ ടൈം വന്നിട്ട് എങ്ങനെ പോലും 1.5-2 മണിക്കൂർ 2 വ്യൂ പോയിന്റ് ആണ്. നമ്മൾ സാധാരണ എത്ര പൈസ മേടിക്കാറ്? നമുക്ക് നോർമൽ റേറ്റ് വന്നിട്ട് 1600 രൂപ ജീപ്പിന്റെ ചാർജ് ആണ്. 1600. പിന്നെ അതിന് പുറമെയാണ് ഫോറസ്റ്റിന്റെ ഒരാൾക്ക് 60 രൂപ വെച്ച് ടിക്കറ്റ്. അത് സെപ്പറേറ്റ് ടിക്കറ്റ്. കാരണം ഫോറസ്റ്റിന്റെ അണ്ടറിലുള്ള ട്രക്കിംഗ് ആണ്. നമുക്ക് എന്തെങ്കിലും സംഭവിക്കുക, എന്തെങ്കിലും ആക്സിഡന്റ് എന്തെങ്കിലും പറയുന്നത് ഇൻഷുറൻസ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 60 രൂപ ടിക്കറ്റ്. അപ്പൊ നമുക്ക് ഒരാൾക്ക് 60 രൂപ ടിക്കറ്റും വണ്ടിന്റെ ഒരു 100 രൂപ ടിക്കറ്റും എടുത്തിട്ടാണ് നമ്മൾ എൻട്രൻസ് ചെയ്യുന്നത്. അപ്പൊ ഒരാൾക്ക് 160 രൂപ അല്ല, അങ്ങനെയല്ല. നമുക്ക് ആൾക്ക് 60 രൂപ, പിന്നെ ഒരു വണ്ടിക്ക് 100 രൂപ. നമുക്ക് ഒരാൾക്ക് ഇപ്പൊ മാക്സിമം 7 പേര് വരെ ഒരു ജീപ്പിൽ പോവാം. അപ്പൊ 7 പേർക്ക് നമുക്ക് എങ്ങനെ ഒരാൾക്ക് 60 വെച്ച് അങ്ങനെ വരും. 420, 100, 520 രൂപ 7 പേർക്ക് ഒരു വണ്ടിക്ക് ചാർജ്. അതിന് പുറമെ 1600 രൂപ ജീപ്പിന്റെ ചാർജ്. 1600 രൂപ. പിന്നെ അതല്ലാണ്ട് ഇവിടുന്ന് വീണ്ടും എക്സ്ട്രാ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യൂ പോയിന്റും കൂടി ഉണ്ട്. അത് നമ്മൾ 3ാമത്തെ വ്യൂ പോയിന്റ് കാരാശൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. അത് നമ്മൾ ഇപ്പൊ ഈ വന്ന റൂട്ടിൽ തന്നെ തിരിച്ചു പോയിട്ട് ഒരു റൈറ്റ്, ഇനി ഇപ്പൊ ഇവിടെ നിന്ന് പോകുമ്പോൾ റൈറ്റിലോട്ട് പോകണം. അപ്പൊ അവിടെയാണ് ഒരു മല ആദിവാസികളുടെ ഒരു അമ്പലമുണ്ട്. കാരാശൂരി അമ്മ എന്നാണ് ആ ദൈവത്തിന്റെ പേര്. ആദിവാസികളുടെ ഒരു അമ്പലം, പിന്നെ ഒരു മലയുണ്ട്. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മല നമ്മൾ ഇവിടെ വന്നിട്ടാണ് സംസാരിക്കുന്നത് ടീമുകളുടെ അടുത്ത്. ഒരു സ്ഥലം കൂടി കാണുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് വീണ്ടും നമുക്ക് 1200 രൂപ ബംഗ്ലാവ് കാര്യങ്ങൾ. അത് നമ്മൾ പോണ അവിടെ നിന്നും വീണ്ടും 2 കിലോമീറ്ററും കൂടി പോയാൽ മിസ്റ്റി വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ആനമട. ആ സ്ഥലം കഴിഞ്ഞിട്ടും വീണ്ടും അല്ല, നമ്മളിപ്പോ ഈ കാരാശൂരി പറഞ്ഞ സ്ഥലത്ത് നിന്ന് വീണ്ടും 2 കിലോമീറ്ററും കൂടി പോയാലാണ് ഈ മിസ്റ്റി വാലി പറഞ്ഞ ബ്രിട്ടീഷുകാർ കെട്ടിയ ഒരു ബംഗ്ലാവ്. പിന്നെ അങ്ങനെ ഒരു കരടി ബംഗ്ലാവ്. അങ്ങോട്ട് വണ്ടി പോകാം. നമുക്ക് അത് സ്റ്റേ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് വണ്ടി അലൗഡ് ആണ് അങ്ങോട്ട്. സ്റ്റേ എല്ലാം നമ്മൾ ഇപ്പൊ ഈ സമയത്ത് വന്നിട്ട് നമ്മൾ റിട്ടേൺ മുമ്പത്തെ സമയം നമുക്ക് മാക്സിമം ഇപ്പൊ അങ്ങോട്ടും കൂടി ഈ 3 വ്യൂ പോയിന്റും കൂടി കവർ
കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ചെത്തുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാലും 3 മണിക്കൂറാവും. 3 മണിക്കൂറാവൂലേ? 3-3.5 മണിക്കൂറാകും നമ്മൾക്ക് പോയിട്ട് വരെ. ശരിയാ. മിസ്റ്റി വാലിയും കൂടി കണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാലും 4 മണിക്കൂറാകും. സ്റ്റേ ചെയ്യേണ്ടി വരും. മിസ്റ്റി വാലി പോകണമെങ്കിൽ സ്റ്റേ ചെയ്യണം. മിസ്റ്റി വാലി നമുക്ക് സ്റ്റേ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് പോകുള്ളൂ. ഇല്ലാണ്ട് നമ്മൾ അവനെ കാണിക്കാൻ നമുക്ക് ടൂറിസ്റ്റുകളെയും കൊണ്ട് അലോഡ് അല്ല. കാണിച്ചിട്ട് 1 ഡേ ട്രിപ്പ് പോകില്ല. നമ്മൾ അവിടെ സ്റ്റേ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ബുക്കിംഗ് എടുക്കാം. നമുക്ക് വണ്ടിക്ക് മിസ്റ്റി വാലിയിൽ നമുക്ക് അതിന് തങ്ങാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മാക്സിമം എങ്ങനെ പോയാലും ഒരു 250-220 പേർക്ക് തങ്ങാനുള്ള സ്ഥാപനമുണ്ട് മിസ്റ്റി വാലി. ബുക്ക് ചെയ്യണം. നമുക്ക് ഓൺലൈനിൽ അവർ നമ്പർ ഉണ്ട്. നമ്പറിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ വണ്ടി നമുക്ക് അറിയിപ്പോൾ എന്നെ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ പോവാം. കയറി പോകണം. അപ്പൊ നമുക്ക് അത് അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൗണിൽ നിന്ന് ഇപ്പോൾ ഏകദേശം 14 കിലോമീറ്റർ വൺ സൈഡ് പോകണം. ഏത് മിസ്റ്റി വാലി. ഇവിടെ ഏകദേശം ഇപ്പൊ എത്ര ഇങ്ങനത്തെ ജീപ്പുകൾ നമ്മുടെ ഇതിൽ വെച്ച് 2 സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ. 2 സ്റ്റാൻഡ് ഉണ്ട്. ഒന്ന് കേശവൻപാറ പറഞ്ഞ സ്ഥലത്ത് ഒരു സ്റ്റാൻഡും പുലിയമ്പാറ പറഞ്ഞ സ്ഥലത്ത് 2 ഇവിടെ ഈ 2 സ്റ്റാൻഡുള്ളിൽ ഏകദേശം എത്ര ജീപ്പ്? 80ഓളം വണ്ടികളുണ്ട്. 82ഓളം വണ്ടികൾ ഇവിടെ സ്റ്റാൻഡ് ഇത് മാസം ആശ്രയിച്ചു. ചേട്ടൻ എത്ര കാലമായി? ഞാനിപ്പോ ഏകദേശം ഇവിടെ ഒരു 9 വർഷമായി വണ്ടി ഫീൽഡ് തുടങ്ങി. 9 വർഷമായി. നമ്മുടെ സ്വന്തം വണ്ടി തന്നെയാണ്. ചേട്ടന്റെ പേരെന്താ? പേര് ദിലീപ് എന്നാണ് നമ്മുടെ പേര്. ദിലീപ് അല്ലേ? അത് ശരിയാ. ശരി ശരിയാ. അപ്പൊ ഓക്കെ. നെല്ലിയാമ്പതിയിൽ വന്നിട്ട് ഇവിടെ വന്ന് കാണേണ്ട ഒരു വ്യൂ പോയിന്റുകൾ കാണേണ്ട കാര്യമാണ് ദിലീപ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മള് വിചാരിക്കുന്ന പോലെ അത്രയും ഒരു ഞങ്ങളൊക്കെ അവിടെ സ്റ്റാഫുകളാണ്. ഞങ്ങളെ ഒരു ട്രിപ്പ് അടുപ്പിച്ചു. പക്ഷെ അത് ഞങ്ങൾ ഹാപ്പിയാണ്. അത് ഇവിടെ വന്നാൽ എന്തായാലും ഹാപ്പി ആവും. ഓക്കെ, ഹാപ്പി, സന്തോഷം. അപ്പൊ നമുക്ക് വരിക. അതെ, ഓക്കെ. പറ്റിങ്ങ നമുക്ക് ഒന്ന് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ പറഞ്ഞ പോവാം. ഓക്കെ, ശരി എന്നാ. ഓക്കെ, ശരി. ഓക്കെ. ഒന്നുമില്ല, താമരശ്ശേരി. ഈശ്വര, ഇത്ര വലിയ മലയാരം മോളിൽ നിന്നാ ഞാൻ ചാടിയത്. സൗണ്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മള് നമ്മുടെ എന്താ രസല്ലേ, നമ്മുടെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ താമരശ്ശേരി നമ്മുടെ ആൾക്കാരെ എല്ലാവരും പരിചയപ്പെടാം. അപ്പോൾ അതിന് നമ്മുടെ ഷാജേട്ടൻ റെഡിയാണ്. ഷാജേട്ടൻ റെഡിയല്ല. കുറെ പേര് ചോദിക്കണ്ട ഇവരെ പേരുകൾ എന്താണ്, എന്ത് ചെയ്യുന്നത്, അല്ല എവിടേക്ക് വീട് എന്നുള്ളതൊക്കെ. അപ്പൊ അതാണ് നമ്മളെ ആദ്യം വിജീഷ് ചേട്ടൻ. വിജീഷ് മണ്ണുത്തി. ആളൊരു സിനിമ നടനും കൂടിയാട്ടാ. അദ്ദേഹം സിനിമ നടനാണ്. അതിന്റെ കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് നമുക്ക് പറയാം. ഉദയം കറക്റ്റ് ആയിട്ട് അതൊക്കെ കറക്റ്റ് പറയാം. ഇത് നമ്മുടെ ധനേഷ് മാനേജർ സാർ. പനമുക്ക്. പ്രദീപ് നെന്മാറ. അപ്പൊ ഇവിടെയായിട്ട് കൊറേ ബന്ധമുള്ള ആളാണ് ആള്. അതെ അതെ അതെ. പിന്നെ ഇത് നമ്മുടെ അജീഷ് നമ്മളെ ബംഗാളിൽ നിന്നുള്ള ഒരു പ്രതിനിധിയാണ്. ഒരാളും കൂടി ഉണ്ട്, പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ ഷിബിൻ. നമ്മുടെ ജോത്സവത്തെ ഗ്ലാമറുള്ള നമ്മുടെ കഴിഞ്ഞ കല്യാണ വീഡിയോയില് ഒരു കാര്യം പറഞ്ഞു. ആളാണിത്. ഗ്ലാമറുള്ള ആള്. അതാ പറഞ്ഞത്, പറഞ്ഞാള് ഗ്ലാമറുള്ള താരം. ശരിയാ ശരിയാ ശരിയാ. അടുത്ത് മോളില് നമ്മുടെ സിജീഷ് ഒറ്റപ്പാലത്തിലാണ് കേട്ടോ. ഒറ്റപ്പാലം. ഓക്കെ. സിജീഷ് ഈ തൊപ്പിക്കാരൻ, അല്ല തലക്കെട്ട്. ജാനു. വേറെ പേര് വേണ്ട, ജാനു. ഞങ്ങളുടെ മെയിൻ ഡാൻസർ. ഇത് സാജൻ. വേറെ ബംഗാളി എന്ന് പറയുന്നത് ബംഗാളിലാണ് അവന്റെ സ്ഥലം. ഇത് ജിനു ബ്ലാക്ക് ബെൽറ്റ്. നേരത്തെ അടുത്ത് നമ്മുടെ മണവാളൻ. അതാ കൈയടിക്കൂ സുഹൃത്തുക്കളെ. ഒറ്റപ്പാലം. അതല്ല, പെണ്ണിനെ അവിടെ ഇട്ട് ഇങ്ങോട്ട് പോകുന്നു അവൻ. ഇത് ജില്ല് പഴയ പണിക്കാരൻ. അതായത് അത്രയും മുതലാളിക്ക് വിശ്വസ്തനായിട്ടുള്ള അത്രയും നല്ല പണിക്കാരൻ. ഇതിപ്പോ എല്ലാവരും പിന്നെ നമ്മുടെ കുറച്ച് പേർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല ഇന്ന്.
അതൊക്കെ പോട്ടെ, ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ സ്റ്റാറ് സിനിമ ഉദയനെ പറ്റി. അതായത് ഇവനെ പറയാൻ ഞങ്ങള് ഉദയൻ രംഗചേതന നാടകത്തില്, അതായത് രംഗചേതന ഗ്രൂപ്പിന്റെ നാടക ഗ്രൂപ്പിന്റെ ഏറ്റവും മെയിൻ ആളാണ് ഇത്. പക്ഷെ വേറെ കാര്യണ്ട്, ഇപ്പൊ ഞാനാണ് വിജി ഷാട്ടിനെയും നമ്മുടെ ഗ്രൂപ്പിലത്തെ എല്ലാവരും ഞാൻ സിനിമയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഞാനാണ്. ഇനിയും നമ്മളത് കൊണ്ടുപോവുകയും ചെയ്യും. നമ്മളത് പരമാവധി ആൾക്കാർക്ക്, ഇപ്പൊ ഞാൻ പോയി എവിടെ പോയാലും കോൺസ്റ്റബിൾ ആവണല്ലോ. പക്ഷെ വിജി ഷാട്ടിനെ കൊണ്ടുപോയി കഴിഞ്ഞാല് എന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് ആളെ വിളിച്ചിട്ട് മറ്റേ ഏതാണ് കമാൻഡോ ആക്കും. അതായത് നമ്മൾക്ക് എന്നും സ്ഥിരമായിട്ടുള്ള ഒരു പക്ഷെ നമ്മളെ വിട്ട് നമ്മളൊരാളെ കൊണ്ടുപോയി കഴിഞ്ഞാല് അവരെ ഫിഗർ അനുസരിച്ചിരിക്കും. അപ്പൊ അതാണ് അതെ. പക്ഷെ അതാണ് മീശക്കുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ താമരശ്ശേരിയിൽ നിന്ന് ഒരു നല്ല സ്റ്റാറിനെ വളർത്തി കൊണ്ടുവരിക എന്നുള്ളത് എന്റെ ജീവിതമല്ല. താങ്ക് യു. ഓക്കെ, നന്ദി. അപ്പൊ നമുക്ക് ഭ്രമരത്തിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് പോവാനേ രണ്ടു മൂന്നാണ് ആദ്യം പൊട്ടിച്ചോ. കേറാൻ ഭയങ്കര ഒക്കെ എളുപ്പല്ലാട്ടാ. ഞങ്ങള് ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കുക വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത്. ഉദയൻ, ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വെച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഫുഡാണ്. നമ്മുടെ സ്മിതേച്ചി നമുക്ക് വേണ്ടി വെച്ച് തന്നിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അപ്പോൾ അത് ചിക്കൻ കറിയും വെള്ളയപ്പാണ്. ചേച്ചിയോട് പ്രത്യേകമായിട്ട് ഒരു താങ്ക്സ് പറയുന്നത്. സൂപ്പർ ഫുഡ്. അതായത് നമുക്ക് കഴിക്കാൻ എന്താ പറയുക, നമ്മളൊരു ടൂർ പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ മതി. ഒരു ചിക്കനും എന്താ പറയുക വെള്ളയപ്പം കറിയും. ചെലവ് കൂടുതലാണ്. പക്ഷെ ഇത് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി നമ്മൾ കൊണ്ടുവന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു സന്തോഷം അതൊരു വേറെ തന്നെയാണ്. വിശപ്പിന് മാത്രമല്ല നല്ല സ്വാദുണ്ട്. അതായത് നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന ഒരു കറി ഉണ്ടല്ലോ, നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന കറി അതേ ടേസ്റ്റോടുകൂടി നമ്മൾ കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് അത്ര ഇതുണ്ടാവില്ല. അത്രയും അതെ സൂപ്പറാണ് ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടിപൊളി ഭക്ഷണമായി. നമ്മളെ അടിപൊളി ചിക്കൻ അതിൻ്റെ വിശേഷേട്ടാ അടിപൊളിയായില്ലേ? നാടൻ കറി. അതെ ധനേഷ സൂപ്പറായില്ലേ? അതെ. അത് പ്രത്യേകം പറയണം. ചേച്ചിയോട് പ്രത്യേകം ഒരു നന്ദി പറയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരത്തെ ചേച്ചിയായിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള കറികളും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി തന്നു. നമുക്കുള്ള ഭക്ഷണ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തന്നു. അതൊരു വലിയ സംഭവമാണ്. ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ ഞാൻ അപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചയിലത്തെ ഭക്ഷണം അടിപൊളിയായിട്ട് ഗ്രാൻഡായിട്ട് സൂപ്പറായിട്ട്. സാധാരണ ഫുഡിന്റെ ടേസ്റ്റ് പറയുന്ന ആള് ഞാനായിരുന്നു. ഉദയനാണ് കേട്ടോ. നമ്മുടെ ബാക്കി എല്ലാവരും പറഞ്ഞല്ലോ ഫുഡിനെ പറ്റിട്ട്. നല്ല ഭക്ഷണമായിരുന്നു. അടിപൊളി ഭക്ഷണമായിരുന്നു. അടിപൊളി സൂപ്പർ ഭക്ഷണമായിരുന്നു. ഷാൻ ചേട്ടാ ഞാൻ അവന് കൊടുക്കാം. തരും പിടിച്ചോട്ടാ. അടിച്ചോ ഉദയൻ വേണം. അത് വേണ്ടവരെ കഴിച്ചോ. അല്ല ഇത് കഴിച്ചാൽ
സീതാക്കുണ്ടിലേക്ക് നമ്മൾ നടക്കുന്നു കേട്ടാ. ഫുഡ് കഴിച്ചതിന്റെ പിന്നാലെ നടക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടുള്ളതാ. അതെ, ഫുഡ് അടിച്ചിട്ടേ ഞാനൊരു ഐസ്ക്രീമും ഒരു ലൈമും കൂടി കഴിച്ച കാരണം എനിക്ക് വലിയ കുഴപ്പമില്ല. ഏതെങ്കിലും ഒന്നാണെങ്കിൽ ബസ് കായാണ്. ഏതായാലും ബുദ്ധിമുട്ടിയല്ലേ. ഇവരിത് രണ്ടും കൂടെ കാരണേ ഇവർക്ക് അല്ല ഇവർ ഒരെണ്ണം മാത്രം ഐസ്ക്രീം മാത്രം കഴിച്ചാരണേ ഇവർക്ക് തീരെ നടക്കാൻ പറ്റില്ല. എത്ര നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് പോയ വഴി പോലെ. ആ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ ജീപ്പിൽ പോയില്ലേ? ആ സാധനം തന്നെ. പക്ഷെ ലേശം കൂടി ഇവിടെ ജീപ്പ് പോവില്ല. ലേശം കൂടി എന്താ പറയാ കല്ലും മുള്ളും കല്ലല്ല കല്ലുകൾ കൂടുതൽ ഉള്ള കാര്യം തോന്നണേ. സംഭവം ഇവിടെ അത് കെട്ടിയത് നന്നായിട്ടാ. അല്ലെങ്കിൽ ഞാനങ്ങോട്ട് കിടന്നെ. എത്ര സ്ഥലമാണ് എന്റെ പൊന്ന്. കട്ടുകുമണി രൂപത്തിലേക്ക് മനുഷ്യന്മാരാണ് എല്ലാവിടെയും. നോക്കിയ പൊട്ടുപോലെ ഓരോന്ന് കാണുന്നു. വീടുകളും ആ ഒരു സ്ഥലങ്ങളും ഒരു ഓരോ പാടങ്ങളും ഓരോ വീടുകളൊക്കെ കറക്റ്റ് ആയിട്ട് കാണാം അല്ലേ? എന്താ രസല്ലേ. ഞങ്ങളുടെ ബാക്കിൽ കാണുന്നുണ്ട് തമിഴ്നാടിന്റെ ഒരു ഭാഗമാണ് കാണുന്നത്. തമിഴ്നാടിന്റെ ഒരു ഭാഗമാണ്. ആ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നൊന്നര ഭാഗമാണ് കിട്ടും. ഒന്നൊന്നര ഭാഗമാണ്. ക്യാമറ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ലക്ഷം ഞാൻ അവിടെ കെട്ടി കൊടുക്കില്ല. അതാണ് എന്റെ പേടി. നോക്ക് എന്തിട്ട സീന്. വരണ്ടതായിരുന്നു സ്മിത. വീട്ടിലൊരു ഇത് കാരണം വീട്ടിലെ ചെറിയൊരു പ്രശ്നം കാരണേ തരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്. അതെ, താങ്ക് യു. വളരെ നന്ദി. സ്മിതയ്ക്ക് ഒരാളെയും കൂടി കാണാൻ പറ്റിയിട്ടോടെ. സ്മിതേച്ചിയുടെ ഒരു ആരാധികയെ കൂടി ഇവിടെ കാണാൻ പറ്റി. വളരെ സന്തോഷമായി. വീട്ടിൽ തന്നെ വർക്ക് ചെയ്തിട്ട് നെല്ലിമരങ്ങളായിരുന്നു നമ്മുടെ ഹൈലൈറ്റ്. നെല്ലിയാമ്പതിയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിമരത്തിൽ നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ട്. ആ താഴത്തുള്ള അതെ അത് കുറെ അപകടങ്ങൾ പറ്റിയതിനു ശേഷമാണ് ഇപ്പൊ ഈ കമ്പിവേലി ഇട്ടിട്ടുള്ളത്. ഈ സാധനങ്ങളൊക്കെ കെട്ടി സെറ്റാക്കിയത് അല്ലേ? അത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി കെട്ടിവെച്ചിട്ടാണ്. ഇപ്പൊ അങ്ങോട്ട് കടക്കാനൊന്നും പറ്റില്ല. കടക്കാൻ പറ്റില്ല. ശരി. കുറെ കാലം മുൻപും ഈ വലിപ്പന്നെയുള്ളൂ അല്ലേ നെല്ലിമരം? ഈ നെല്ലിമരം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇത്ര വലിപ്പമുള്ളൂ. ഇപ്പോഴും ഈ വലിപ്പന്നുള്ളൂ. ഈ വലിപ്പമുള്ളൂ അല്ലേ? അപ്പൊ ഈ വന്നത് ഈ അടുത്ത് വന്നത് ഈ സാധനം അല്ല, ഇത് പുതിയതല്ലേ? ഇത് അല്ലല്ല, ഇത് ആ സമയത്ത് തന്നെ ഉള്ളതാണ്. പക്ഷെ ഇതും ഈ വലിപ്പം തന്നെ ഉള്ളൂ. ഇത് കുറെ വർഷമായിട്ട് ഇതിനേക്കാളും കൂടുതൽ വലിപ്പവും വെച്ചിട്ടില്ല, ഒന്നും ചെയ്തില്ല. അതെ, അതേ മരീനാണ് അല്ലേ? അതാണ് നെല്ലിയാമ്പതിയുടെ പ്രത്യേകത. അത് ശരി. ഇവിടെ നെല്ലിക്ക കിട്ടും. ഉദയന്റെ ഒരു ധീരസാഹസിക കഥകൾ പറയാറില്ലേ അവൻ? അതെവിടെയാന്ന് പറയണ്ട അവൻ. അതൊന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട്. ഉദയേട്ടാ ഇവിടെ വെച്ചിട്ടല്ല അന്ന് 10-17 പേര് ഇടിച്ച് ഒറ്റയ്ക്ക്. അന്ന് സംഭവം ട്രാവലറിലാ വന്നത്. പക്ഷെ എവിടെ വെച്ചാ അടിച്ചെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതെ, ഫസ്റ്റ് അടിക്കാൻ ആള് വീണു. സംഭവം എന്താണെന്ന് വെച്ചാല് അലമ്പുണ്ടാവുന്ന ഉറപ്പാണ്. ഞാൻ എന്തായാലും ഒരു ഇരുമ്പിന്റെ മോതിരവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാ വന്നിരുന്നത്.
അപ്പോ ഫസ്റ്റ് ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങോട്ട് കയറി പോന്നു. അതിനുശേഷം അല്ല ഇത് പറയുന്നത് അതിനുശേഷം ഞങ്ങൾ കുറച്ച് പേര് നമ്മുടെ കുറച്ച് പേര് വണ്ടിയിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിവിടെ ഇങ്ങനെ അവിടേക്ക് കയറി അടിച്ചു പൊളിച്ച് ഇങ്ങനെ വന്നതിന് ശേഷം നമ്മളവിടേക്ക് പിള്ളേര് ഓടി വരാണ്. ഉദയ അന്നെ ഇടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇടിച്ചാ ആരാന്ന് ചോദിച്ചു. ആരാന്നറിയില്ല, ആരായാലും കുഴപ്പമില്ല, നമ്മൾ ഇത്ര ആൾക്കാരില്ലേ വാന്ന് പറഞ്ഞു ചോദിക്കാന്ന് പറഞ്ഞു. അല്ല സ്പാനറൊന്നും ഇല്ല. അപ്പൊ എന്റെ കയ്യില് ക്ലാമ്പിന്റെ മോതിരണ്ട്. അപ്പൊ ഞാൻ ചെന്ന അവര് കണ്ടു. അവര് കണ്ട വഴിക്ക് അവരിങ്ങോട്ട് ഓടി വരാ. അവരിങ്ങോട്ട് ഓടി വരുന്ന സമയത്ത് ഞാൻ ഒരെണ്ണം കൊടുത്തു. 4 ആള് വരുന്നുണ്ട്. ഇങ്ങനത്തെ ഇങ്ങനെ 4 ഇടി, 4 ഇടിക്ക് 4 ആളും വീണു. സത്യം പറയാലോ, സത്യാണ്, വെറുതെ തള്ളല്ല. 4 ആളും ഓടി. സ്പാനറൊന്നുമില്ല, കൈമത്ത ക്ലാമ്പ് പറ്റുമത്. പിന്നെ ഞങ്ങളുടെ വരവെന്ന് വെച്ച് കഴിഞ്ഞാൽ വരവ് ഞങ്ങളുടെ പിന്നിലും 4 ആളുള്ളൂ. 4 ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരവെന്ന് പറഞ്ഞാൽ 10 ആളോ 15 ആളോ വന്നാൽ ഞങ്ങൾക്ക് ഒരു വിഷയമല്ല. ആൾക്കാരിങ്ങനെ തെറിച്ചു പോണ അമ്മൊരു വരവായിരുന്നു. കൊല്ലൊരു പടം കിട്ടാ അത് സംഭവം. ഏത് അറിയില്ല. പക്ഷെ ആ ഇടി ഒന്നൊന്നും ഇടിയായിരുന്നു. ഇടി എന്ന് പറഞ്ഞിട്ട് യാത്ര മൊഴിയൊന്നുമല്ല. എത്ര വർഷം ഉദയനേട്ടാ വീഡിയോ പിടിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ സാധാരണ ഓക്കെ ഇനി മോളെത്തി പോത്തുണ്ടിട്ട് അതിന്റെ മോളിലേക്ക് നമ്മൾ എത്തിട്ടാ. മാർക്കേ ബെൽറ്റ് 4 ബെൽറ്റ് ഉണ്ടവര് 4 തുണ്ടി ഡാമിലുള്ള ഗാർഡനിലാണ് നമ്മുടെ പിള്ളേരുകള് വർക്കൗട്ട് ചെയ്യുന്നത്. എക്സസൈസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറെ കാലമായി ഇപ്പോഴാണ് പറ്റിയത്. പ്രദീപ് ചെയ്യുന്നുണ്ട് വർക്കൗട്ട്. അവര് കൊച്ചു പിള്ളേരെ യുവത്തിലേക്ക് പോയൊക്കെ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കുറച്ചുകൂടി കഴിഞ്ഞാൽ അവര് നമ്മുടെ പിന്നാലെ ഓടുന്നുള്ളത് ഉറപ്പാ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടാ, നമ്മുടെ വിയറ്റ്നാം പേരില് നമ്മൾ പറയാറുണ്ടോ കൊല്ലത്തിൽ 3 പ്രാവശ്യം ഇങ്ങനെ കട്ടിണ്ടാവുന്നു. ഇപ്പൊ കട്ടി ഉണ്ടായി കഴിഞ്ഞു. ഇപ്പൊ 2ാമതും ചക്ക പൊടികളെ. ഇപ്പം നമ്മളുണ്ടല്ലോ ഈ ഷായേട്ടൻ പോത്തുണ്ടി ഡാമിൻ്റെ ഗാർഡനിൽ കൂടെ നടന്ന് അവിടെ നിൽക്കണ സമയത്താട്ടോ ഇപ്പം എൻ്റെ വീഡിയോ നമ്മുടെ വീഡിയോ ആരോ കണ്ടുകൊണ്ടിരിക്കണ്ടായിരുന്നു. കാരണം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വിയറ്റ്നാം മേർലിനെ കുറിച്ചിട്ടുള്ള എൻ്റെ സംഭാഷണം ഞാൻ കേൾക്കുന്നത്. ആരാന്നറിയില്ല, ആരോ കണ്ടുകൊണ്ടിരുന്നിരുന്നു എന്നുള്ളത് മാത്രമേ നമുക്കറിയുള്ളൂ കേട്ടോ. കാരണം കൈകൊണ്ടുള്ള ഇതൊരു അടിപൊളിയാണല്ലോ ഷൈഡ. ഇവിടെ ഒന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അങ്ങനെ തിരിച്ച് വീട്ടിൽ പോകാനാണ് തോന്നില്ലേ? നോക്കിയേ, ഡ്രൈവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ കുട്ടികളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കാരണേ. കുട്ടികൾക്ക് മാത്രല്ല വലിയവർക്കും പെട്ടെന്ന് പോരാന്ന് തോന്നുന്നില്ല. അതല്ലേ, ഞാനൊരു സൈക്കിളും ഉണ്ട് ഇതില്. ഇത് കഴിഞ്ഞിട്ടാവൂല ഭാഗവന്നെ. ഇതാരും ഷൈഡ പോണത്? ഇത് നമ്മുടെ പ്രദീപ് സൈക്ലിംഗ് തന്നെയല്ലേ? ആള് ഭയങ്കര ഈസിയായിട്ടാ പോണത്. അതല്ലേ, അവന് മുന്നേ ഇതുപോലെ പരിചയണ്ടാവോ? കയ്യൊക്കെ വീണിട്ടല്ലേ? കൈ വിട്ടിട്ടേക്ക് പോണ ആള്. എന്നാലും ഇതൊരു രസം പരിപാടിയാ. ഇത് ഉദയനല്ലേ ഷൈട്ടാ? ഉദയ അവിടെയുള്ള എല്ലാ മരത്തുമ്പിലും കയറി ഇറങ്ങിന്റെ ആള്. ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണോ അങ്ങനെ കയറിക്കണവേ? അത് മാത്രല്ല ആള് ആ പിള്ളേരെ മാതിരി, അതായത് എന്തൊക്കെ കാണണോ അതുമൊക്കെ ആള് കയറുന്നുണ്ട്. ആളപ്പൊ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന്. ഇത് എന്നിട്ട് ഷൈട്ടാ ടിക്കറ്റ് എടുക്കാനാണോ അവിടെ നിൽക്കണേ? ടിക്കറ്റ് എടുക്കാൻ ആ സൈറ്റിൽ പോകാനായിട്ട്. എത്ര ഒരു ടിക്കറ്റിന് പറയണ പൈസ? 200. ഇപ്പൊ എന്നിട്ട് ഷൈട്ടാ ഉദയനും ഷായേട്ടനും അടുത്ത സൈക്കിള് വരാൻ വേണ്ടിട്ട് നിൽക്കണതാണോ അങ്ങനെ? 2 സൈക്കിളുള്ളോ, അതായത് 2 ലൈനാണല്ലോ. 2 സൈക്കിളുള്ളോ.
അപ്പൊ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഇപ്പൊ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഒറ്റ പോയി അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അല്ല ഇപ്പൊ ഇങ്ങനെ കയറാൻ ആൾക്കാരുണ്ടാവുമല്ലോ ഇല്ലേ? എങ്ങനെയുണ്ടായിരുന്നു സൈഡിൽ ഇങ്ങനെ പോകുമ്പോ തോന്നിയിരുന്നു? പേടി തോന്നിയിരുന്നില്ല? അല്ല നമുക്ക് ഇങ്ങനെ കാണുമ്പോഴേ താഴേക്ക് നോക്കുമ്പോ പെട്ടെന്ന് അതല്ലേ അതല്ലേ അടിപൊളി. എനിക്ക് വന്നാ കയറാൻ പറ്റുമായിരുന്നു. പേടിയുണ്ടാവില്ല. ഷായിട്ട് ഇത് അവിടെ എത്തിയിട്ടുള്ള തിരിച്ചു വരുന്നത് അല്ലേ? ശരിക്കും എന്തൊരു ഭംഗി ഷായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണാൻ. അയ്യോ നല്ല ഭംഗി, അയ്യോ ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി. ഞാൻ ഇവിടെ എത്താറാവുമ്പോ ഉദയൻ അവിടെ നിന്ന് പോരുന്നതാണ്. ഷായിട്ട് എത്താറാവുമ്പോ അല്ലേ? അവിടെ വരുന്ന സൈറ്റിൽ ഉദയനാണ്. അതെ, പക്ഷേ ഷായേട്ടനെ മാത്രം ഇങ്ങനെ എടുത്ത കാലല്ലേ? അല്ലേ? അതങ്ങനെയല്ല, മറ്റേ ഷിബിനെ പിടിക്കണ്ടായിരുന്നത്. ഇതിപ്പോ അവിടുത്തെ യാത്രക്ക് അവിടുത്തെ കാണലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു നമ്മള്. അപ്പൊ എത്ര മണിക്ക് പോന്നെ? ഞങ്ങൾ അവിടുത്തെ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മണി വരെയുള്ള പോത്തുണ്ടി ഡാമിന്റെ ഗാർഡൻ. അത് അടച്ച് ഞങ്ങളൊരു 6:30 ആയപ്പോഴാണ് അവിടുന്ന് പോകുന്നത്. അവിടുന്ന് കയറി തൃശ്ശൂർ എത്തുന്ന വരെ വണ്ടിയിൽ തന്നെ. ഇവിടെ വന്നിറങ്ങിയപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ട്. കുതിരാൻ തുരങ്കട്ട. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയില് പകല് കാട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ രാത്രിയിലായാലും നമ്മുടെ ഈ കുതിരാൻ തുരങ്കത്തിനോടുള്ള യാത്ര ഉണ്ടല്ലോ ഭയങ്കര രസമായിട്ടാ. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതേപോലെ പുറത്തേക്ക് കിടക്കുമ്പോൾ നമ്മൾ പകല് കാണാൻ നല്ല പച്ച പ്രകൃതിയുടെ ഭംഗിയാണെങ്കിൽ രാത്രിയിൽ നമ്മൾ കൂടുതലും ലൈറ്റുകളായിട്ടാ കാണാനായിട്ട് പറ്റുക. നോക്കി നല്ല രസാ സമയത്ത് കാണും. പിന്നെ ഞാനാണെങ്കിൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. രാത്രിയിലൊക്കെ ഒത്തിരി വട്ടം യാത്ര ചെയ്തിട്ടുണ്ട് ഇതിലെ. അപ്പോൾ ഇതാ നമ്മുടെ കുട്ടികളൊക്കെ ഇതാ യാത്ര കഴിഞ്ഞ് അവരിത് തിരിച്ചെത്തിയിട്ടാ. അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കിത് അവർ വരുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം പാട്ടൊക്കെ വെച്ചിട്ടാണ് അവർ വരുന്നത്. പക്ഷേ നമുക്ക് കോപ്പിറൈറ്റ് വരേണ്ട കാരണം നമുക്ക് അവർ പാട്ടൊന്നും നമുക്ക് എന്താ പറയുക ലൈവായിട്ട് വിടാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും അവരുടെ വണ്ടിയിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് പോലെ ഇറങ്ങാനായിട്ട് ഭയങ്കര മടി. എല്ലാവരും അതിൽ നല്ല തുള്ളി കളിച്ച് തന്നെയായിട്ട് നിൽക്കുന്നത് കണ്ടോ. എന്ത് രസമായിട്ട് അവർ എൻജോയ് ചെയ്യണേ. കാരണം ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടാണ്. കാരണം നമ്മളൊരു യാത്രയ്ക്ക് കൊണ്ടുപോവുക, അവർക്ക് അത് മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്യുക, അതൊക്കെ കാണുമ്പോഴാണല്ലോ നമുക്ക് വളരെ സന്തോഷം തോന്നുക. അപ്പോൾ ഇത് ഷായേട്ടൻ്റെ ആയിട്ട് ഞാൻ തപ്പട ഷായേട്ട ഫ്രണ്ട് സീറ്റിലായിട്ട് ഇരിക്കുന്നുണ്ട്. ഷായേട്ട പക്ഷേ വണ്ടിയിൽ നിന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഓ ഷായേട്ട് നന്നായിട്ട് എന്താ പറയുക ആസ്വദിച്ചിട്ടുണ്ട്, നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ എനിക്ക് ഷായേട്ട വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ തന്നെ മനസ്സിലായിട്ടാ. അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ഇതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെന്നൊന്നുമില്ല കേട്ടോ. അവരിതാ കുറേ സമയം ഇവിടെ എത്തിയിട്ട് വണ്ടിയിൽ ഇതാ ഷായിട്ട് ഇറങ്ങി. പക്ഷെ അവരിതാ വീട്ടിലും പാട്ടൊക്കെ വെച്ചിട്ട് നല്ല കളി തന്നെയായിരുന്നു കേട്ടാ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ. ചിന്തിക്കാൻ പറ്റിയ അതെ ശരിക്കും ഇല്ല സുധി ചേച്ചിയുടെ ഒരു കുറവ് വല്ലാത്ത കുറവായി. അല്ലേ? ഓ ഒരു കുറവ്. പക്ഷെ ഞാൻ പേടിക്ക് ഇത്തിരി ഉഷാറുണ്ടെങ്കിലേ ഇന്നും അവൾക്ക് ഉഷാർ വന്നിട്ടുണ്ടെങ്കിലും നമ്മളില്ലെങ്കിൽ അത് ശരിയാവില്ലായിരുന്നു. ഇപ്പൊ മക്കള് ഇവർക്ക് അത്രയ്ക്ക് അങ്ങനെ അങ്ങടെ ചെയ്യാലോ. ഹലോ എല്ലാവരും അടിച്ചു പൊളിച്ചില്ല. അത് കേട്ടപ്പോ ഒരു സന്തോഷം. ഞാന് എന്താ പറയാ ആ നേരം കൊണ്ട് വെച്ചതാ കഴിക്കായിരുന്നല്ലേ. എന്റെ ചിക്കൻ കറി അടിപൊളിയായിരുന്നു പറഞ്ഞൂട്ടാ. ആ എന്നാലും അവൾക്ക് ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, കുഴപ്പമില്ല. സൗണ്ട് ഒന്നുമില്ല. അതല്ലേ? ഇല്ല ഞാൻ കൂട്ടിയുള്ള ടൂർ നമുക്ക് ചെയ്യാലോ. എന്തായാലും ഈ ചേച്ചിനെ കൊണ്ട് പോണം ഒരു ദിവസം. ചേച്ചി ആഗ്രഹിച്ചതല്ലേ. ഓക്കെ. എന്താ നിനക്ക് ടൂർ പോണായിരുന്നോ?
പോണേരുന്നോ? അംബ്രൂസിനും ടൂർ പോണെന്നാ പറയണേ. അവരൊക്കെ നമ്മളോട് ഇങ്ങനെ കുറെ വർത്തമാനം പറയണ്ട. അപ്പൊ അവനും വന്ന് നമ്മളോട് മിണ്ടുക. ഭയങ്കര സന്തോഷം അവരുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോ. ഷായേട്ടന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഷായേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ കണ്ടല്ലോ. ഞാൻ ഇല്ലാത്തതിന്റെ കുറവുണ്ടായിരുന്നു ഷായേട്ടാ. എനിക്ക് വണ്ടിയുടെ വാടക കൊടുക്കാവേ. ഷായേട്ടന് എങ്ങനെയുണ്ട്? ഷായേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ പരിപാടിയായിരുന്നു. അതെനിക്ക് ഷായേട്ടൻ ഇറങ്ങി കണ്ടപ്പോ തോന്നി. കുറവ് ഭയങ്കര തന്നെയായിരുന്നു. എന്നുവെച്ചാൽ നമ്മള് നെല്ലിയാമ്പതിയിൽ ചെന്നിട്ട് എത്ര പേരാ വന്ന് അന്വേഷിച്ചെന്നാ ശരിക്കും. അതായത് നമ്മളെ വന്ന് അന്വേഷിക്കുക, അതായത് എന്നെ അന്വേഷിക്കാന്ന് പറഞ്ഞാൽ സ്മിത എന്നെ അന്വേഷിക്കില്ലാണ് കാര്യം. അപ്പൊ അതൊരു ശരിക്കും ഒരു നഷ്ടമായി. അതെന്നുവെച്ചാൽ അവർക്കൊരു ഇത്, അയ്യോ സ്മിത ഉണ്ടെങ്കിൽ കാണായിരുന്നു എന്നുള്ള പറച്ചിലായി എല്ലാവരും. പക്ഷെ നമ്മുടെ പേളി പക്ഷേ ഉണ്ടല്ലോ, ഇപ്പൊ മക്കള് നോക്കാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ ഫോണോട് ഒരു സമാധാനം ഉണ്ടാവില്ല. ഇപ്പൊ ഇന്നൊക്കെ എനിക്ക് അവളെ ഹോസ്പിറ്റൽ കൊണ്ടുപോകുമ്പോൾ ഒരു സമാധാനത്തോട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റി. കാണല്ലേ അവൾക്ക് ഉഷാറുണ്ട് എന്നുള്ളത്. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കൊണ്ടുപോകണം. ക്ഷീണം അത്രയും മാറിയിട്ടില്ല, അവൾ ഓടി നടക്കണ്ടെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ പോവാണ്ടിരുന്നല്ലേ. ഞാൻ പോയേനെ. അവര് പറഞ്ഞ പോലെ ചേച്ചി ഞാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു കേട്ടപ്പോ എനിക്കൊരു സന്തോഷം. പക്ഷെ എപ്പോഴേലും ഞാൻ എപ്പോഴും പോവാം. അപ്പൊ നിർത്തല്ലോ നമ്മള്. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ. അപ്പൊ ഈ വീഡിയോ ഒരു അടിച്ചുപൊളി. അതായത് അവർക്ക് വേണ്ടി ടൂർ തന്നെ പോവാൻ കാരണം അവർക്ക് വേണ്ടിട്ടാ. വീട് പണി കഴിഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ വീട് പണി കഴിയുമ്പോൾ ഒരു ദിവസം കൊണ്ടുപോകാന്നുള്ളത്. അപ്പൊ നീണ്ട് എത്രയോ ദിവസമായി, കൊണ്ടുപോകാൻ വൈകിപ്പോയി. അപ്പൊ അത് നല്ലൊരു സ്ഥലമാട്ടോ. നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും അവർക്ക് ഒരു മുഷിച്ചിൽ വന്നില്ല. ഒന്നും ഒരു ബോറടിക്കാണ്ട് അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റിയ ടൂറ്. അത് ശരി.